அம்மா அம்மா என்னம்மா? ഞാനൊന്നും പറയുന്നില്ല. ഓരോന്ന് ആലോചിച്ചിട്ടേ എനിക്ക് പേടിയാവുക. സിദ്ധുവിനാണെങ്കിൽ ഒരു കാര്യത്തിന് ഒരു ചൂടുമില്ലെന്നേ. என்னம்மா இது? சித்து இவ்வளோ நாள் வெளியூர்ல தானே வேலை செஞ்சான், இப்ப தானே இங்க இருக்கான். கொஞ்ச நாள் ரெஸ்ட் எடுக்கட்டும், அதனால இப்படியெல்லாம். അതൊക്കെ ശരിയായിരിക്കാം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ എല്ലാം നിസ്സാരമായിട്ട് കണ്ടാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഞാൻ ലച്ചുവിനെ ഒന്ന് വിളിക്കട്ടെ. அம்மா எதுக்குமா லெச்சுவை கூப்பிட போறீங்க? ലച്ചു ഇങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ സർക്കിട്ട് നടക്കൂല്ലയോ? அம்மா வேண்டாம்மா, நீங்க ஏதாவது சொல்லி பெரிய பிரச்சனை ஆயிடும். നീ ഒന്ന് ചുമ്മാ ഇരി. அம்மா வேண்டாம்மா, சொல்லறத கேளுங்கம்மா. ആ ഹലോ, നീ എപ്പോഴാ വരുന്നേ? ഓ, സർക്കിട്ട് ചെയ്ത് വീട്ടിലോട്ട് കയറാൻ നേരം ആയിട്ടില്ല ഇതുവരെ, അല്ലയോ? പുറത്തു പോവാന്നും പറഞ്ഞോണ്ട് അങ്ങ് പോവും, പിന്നെ തോന്നുമ്പോഴാ കയറി വരുന്നേ. അല്ല ലച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സിദ്ധു ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ ശരിയാവുന്നേ? ജോലിക്കൊന്നും പോകുന്നില്ലേ? ഞാൻ വിചാരിച്ച അളിയനെ കെട്ടിച്ചിടാൻ പോണം. അതെ, ഇങ്ങനാണെങ്കിലേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് കയ്യിലെ കാശൊക്കെ അങ്ങ് തീരും. ആ അല്ല, നീ ഇങ്ങനെ സർക്കിട്ട് അടിച്ച് നടന്നോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ശരി, ഞാൻ വെക്കുവാ. ഓ, കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. സിദ്ധോളന്റെ കാര്യങ്ങളൊക്കെ ചേച്ചിയെടുത്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അത് പിടിക്കോ? അത് പിടിച്ചാലും പിടിച്ചില്ലാലും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാനങ്ങ് പറയും. അമ്മൂമ്മ ഒരു കുടുംബ കലഹം ഉണ്ടാക്കിയിട്ടേ അടങ്ങുള്ളൂ. എന്തുവാ? അല്ല ഒന്നുമില്ല, ചെറിയൊരു കുടുംബകലഹം. കുടുംബത്തിലുള്ള മുതിർന്നവരാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊച്ചു പിള്ളേരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടുന്നത്. അതെ, ഇനിയിപ്പോ ആര് കറിയിച്ചാലും ഞാൻ പറയാനുള്ളതൊക്കെ ഞാനങ്ങ് പറയും. അതിന്റെ പേരിൽ എന്തു ഭവിഷ്യത്തുണ്ടായാലും ഞാനങ്ങ് സഹിച്ചോളാം. അമ്മൂമ്മ, സംഭവം അമ്മൂമ്മ പറയുന്നതൊക്കെ നല്ല കാര്യമായിരിക്കും. പക്ഷെ ഇപ്പൊ സംഭവിക്കാൻ പോണ എന്താണെന്നറിയോ? ലച്ചേച്ചി അളിയൻ്റെ അടുത്ത് ഓരോന്ന് കുത്തി 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 പറയും. അളിയനാണെങ്കിൽ ഒന്നാമതേ മൂടില്ലായിരിക്കാണ്. എന്റെ മൂഡ് അതിനെക്കാട്ടി പോയിരിക്കുവാണ്. அம்மா, நான் ஒரு விஷயம் சொன்னா நீங்க என்கிட்ட கோபப்படுவீங்களா? കോപ്പടത്തൊന്നും ഇല്ല. അമ്മൂമ്മ ചിരിച്ചോണ്ടതിന്റെ 4 പീസ. മിണ്ടാതിരി കൊച്ചേ. എന്തുവാ പറയാനുള്ളത്? എന്താന്ന് വെച്ചാ പറ. அம்மா, உங்களுக்கு ஒரு பிரச்சனை இருக்கு. என்னன்னா, ஒரு சின்ன விஷயம் உங்களுக்கு கிடைச்சுன்னா அது உங்களோட மனசுல போட்டு பெருசு பண்ணி பெரிய பிரச்சனை ஆக்கிடுவீங்க. ആഹാ, ആള് കൊള്ളാവല്ലോ. ഇപ്പം വര വലിയ സംസാരവും വലിയ അധികാരം പറച്ചിലും ഒക്കെ ആയല്ലോ. அதனால்தான் உமேஷ் அண்ணா சொல்றாங்க ஃபியூடல் மாடம்பின்னு. എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ? இல்ல, ஒரு பிரச்சனையும் இல்ல சொன்னேன். പാറു, നീ എന്തോ ചിരിക്കുന്നേ? നീ കേട്ടായിരുന്നു എന്തോ പറഞ്ഞെന്ന്? കനകാന്റി, എനിക്ക് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം തരുമോ? ഓ, തരേനേപ്പാ. എന്തല്ലേ കാണല്ലേ? ഇത് എനിക്ക് കഴിക്കാനുള്ള ഫുഡ് ഓർഡർ ചെയ്തതാണ്. ചോറ് റെഡിയായി. ചോറ് അല്ല, എനിക്ക് ചപ്പാത്തി വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ചപ്പാത്തിയും കറി ഓർഡർ ചെയ്തു. എന്താ കറി ആളിയാ? വെജിറ്റബിൾ കറിയാ. അയ്യോ മോനെ, ചോറും മീൻകറി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അല്ല, എനിക്ക് ചോറ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തേ. പിന്നെ അമ്മ, ഞാന് ഇന്ന് ഇപ്പം രാത്രി ഒന്ന് പുറത്തു പോകും കേട്ടോ. ഇച്ചിരി ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് രാത്രിയിലത്തെ ആഹാരം കരുതണ്ട. ലച്ചേച്ചൻ കൊണ്ടാണോ പോന്നെ? ഇല്ലില്ല, ഞാൻ ഒറ്റയ്ക്കാ പോന്നെ. എടാ, നിനക്ക് എല്ലാ കാര്യവും അറിയണോടാ. ഞാൻ എങ്ങോട്ട് പോകുന്നു, എപ്പോ പോകുന്നു, കുറച്ച് കൂടുന്നുണ്ട് നീ. എല്ലാ കാര്യവും അറിയണം എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ. ഞാൻ അങ്ങനെ ചോദിച്ചല്ല, ഞാൻ ചുമ്മാ ചോദിച്ചത്. നീ അങ്ങനെ ചോദിക്കണ്ട. പിന്നെ അമ്മൂമ്മ,
ഞാനും ലച്ചും കൂടെ നാളെ കുഴിപ്പളത്തേക്ക് അങ്ങ് പോവാ. നാളെ തന്നെ തിരിച്ചാലല്ലേ കല്യാണം കൊണ്ട്. നാളെ തന്നെ വരണമെന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല. കുറച്ചു ദിവസം നല്ല ഇനി മുന്നോട്ട് അവിടെ തന്നെ ആയിരിക്കും. എടാ എന്താടാ